പ്രഷറൈസ് ചെയ്ത് ചെയ്യാണ്ട് ഇങ്ങനെയാ പ്രിന്റ് എടുത്ത് കുറേ സംസാരിക്കാൻ കാരണം ഓണസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ എന്താണെന്ന് അറിയില്ല. ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, ഞാനിപ്പോൾ എന്താ ഫിലിം ചെയ്യുക, എന്താ ചെയ്യുക, ലൈക്ക് ലിറ്ററലി നത്തിങ്, ഒന്നും എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ഒരു സ്റ്റെക്കായി പോയ പോലെ ഒരു ഫീലിംഗ്, ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെ ഇരുന്ന് ഇപ്പം എന്താ ഫിലിം ചെയ്യാന്ന് ആലോചിച്ച് ഐ തോട്ട് എന്തായാലും വീഡിയോ ഓണാക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, റാൻഡം ആയിട്ടൊരു വ്ളോഗ് എടുക്കാം. അതാകുമ്പം ഐ ഫീൽ ഗുഡ്. ഞാൻ പറയാറുണ്ട്, എനിക്കൊരു ദിവസം ഒരു വ്ളോഗ് എടുത്താൽ തന്നെ എനിക്കെന്തോ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത പോലെ തോന്നും. അപ്പോൾ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോയിൽ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റക്കായത്. എനിവേ ഇതൊരു റാൻഡം വ്ളോഗാണ്. ഈ പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പം അങ്ങനെ വർക്ക് ചെയ്യുക അങ്ങനെയൊന്നുമല്ല, എന്നെ ഹാപ്പി ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. റൂം ക്ലീൻ ചെയ്യുക, ജേർണൽ ചെയ്യുക, എന്തെങ്കിലും പെയിൻറ്റിങ് ആണോ അല്ലെങ്കിൽ സ്കെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, സെൽഫ് കെയർ എന്തെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ ചെയ്യുക. എനിക്ക് എന്തൊക്കെയോ ചെയ്ത പോലെയുള്ളൊരു ഇത് കിട്ടും. സോ ഐ തോട്ട് അങ്ങനെ ചെയ്യുക. ഒരു റാൻഡം ആയിട്ട് ഒരു സിമ്പിൾ വ്ളോഗാണ്. ഓൾസോ ഈ വീഡിയോ ഒരു പ്രോപ്പർ വീഡിയോ ആവോ, എങ്ങനെയാണ് പകുതി വെച്ചിട്ട് സ്റ്റെക്ക് ആവോ എന്നൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം. ഇടയ്ക്ക് തോന്നും നമ്മളിങ്ങനെ പ്രഷറൈസ് ചെയ്യും, ലൈക്ക് യു ഹാവ് ടു ഡു സംതിങ് മീനിങ് ഫുൾ എവറി ഡേ, പ്രൊഡക്റ്റീവ് ആവണം, ഇങ്ങനെയൊക്കെ കോൺസ്റ്റൻ്റ്ലി ചിന്തിച്ചിട്ട് ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോലെ ആയിപ്പോയി. അങ്ങനെ എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ ഒരു ഇത് പറയാനാണെങ്കിൽ ഐ ഫെൽ സോ പ്രഷറൈസ്ഡ്. എന്തൊക്കെയോ പ്രഷറുണ്ട്, ബട്ട് ഐ കുഡന്റ് ഡു എനിത്തിങ്. ഈ ഒരു പ്രഷർ കാരണം എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആയിപ്പോയി. സോ ഇന്ന് നമുക്ക് കുറച്ച് ഹാപ്പി ആവാം, ഡു സംതിങ് ഗുഡ്. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് മേക്ക് സെൻസ്. ഇനിയിപ്പം നമുക്ക് എന്നെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തണം, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതും പ്രഷറൈസ് ചെയ്ത് ചെയ്യാണ്ട് ലൈക്ക് റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ച് വെക്കുന്നത്. സോ കം അലോങ് വിത്ത് മീ. എനിക്കറിയില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. നേരത്തെ ഫുഡൊന്നും കഴിച്ചില്ല. നേരത്തെ തന്നെ വീഡിയോ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ ഒന്ന് എഴുതി വെക്കാം. പിന്നെ കുറേ സംഭവം എഴുതുമൊന്നുമല്ല, ലൈക്ക് ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് എഴുതി വെക്കാം. ടേബിള് കുറച്ച് അധികം മെസ്സാണ്, അധികമൊന്നുമില്ല, കുറച്ച് മെസ്സാണ്. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ മറ്റേ കോഴിക്കോട് പോയിട്ട് കളർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ഷോർട്സ് ഇട്ട സമയത്ത് ഈ ഒരു ക്യാമറയെ പറ്റി ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്തത് എന്നൊക്കെ. ഇത് ആക്ച്വലി ഒരു കൊളാബായിരുന്നു. കൊളാബ് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ലൈക്ക് എനിക്കൊരു കൊളാബ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കൊളാബ് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ബ്രാൻഡ് അയച്ചു തന്നിട്ടുള്ളതാണ്, ഞാൻ പർച്ചേസ് ചെയ്തതല്ല. അതുകൊണ്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആമസോണിലൊക്കെ ഈ ഒരു ബ്രാൻഡ് ഉണ്ട്, ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഉണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം, ടാഗ് ചെയ്ത് കൊടുക്കാം. ടേബിൾ ആ ചാർജർ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ തന്നെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനിതിങ്ങനെ മാറ്റുമ്പം നമ്മളിത് മാറ്റിയത് ഇപ്പം ഇരുന്നിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ എഴുതാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇപ്പം കുറച്ചായി. ലാപ്ടോപ്പ് ആണെങ്കിലും ഐപാഡ് ആണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് അതാദ്യം ചെയ്യാം.
ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ലിസ്റ്റാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബുക്കിലാണ് നോട്ട് ചെയ്ത് വെച്ചത്. ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലിസ്റ്റാണ്. ഫസ്റ്റ് തന്നെ പെയിന്റ് നെയിൽസ്. പണ്ടേ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ കറക്റ്റായിട്ട് നെയിൽസ് ഒക്കെ നെയിൽ പോളിഷൊക്കെ ഇട്ട് കറക്റ്റായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് നെയിൽസ് ഒക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് സെറ്റാക്കാം. അടുത്തത് കട്ട് ഔട്ട് സ്റ്റിക്കേഴ്സ്. ഞാൻ 1 month മുന്നേ ഈ പുതിയ ജേണലൊക്കെ തുടങ്ങുമ്പോൾ അടിപൊളിയായിട്ട് പുതിയ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് പ്രിൻ്റ് എടുത്തതെന്നൊക്കെ ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് കട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇത് കട്ട് ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണ് ഞാൻ ബാക്കി ജേണൽ സ്റ്റാർട്ട് ചെയ്യാത്തത്. പിന്നെ പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു തുടങ്ങണോ അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് കട്ട് ചെയ്തിട്ട് സെറ്റാക്കണം. പുതിയൊരു സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു ജേണലിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ജേണൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് വെറുതെ ഞാൻ കൊളാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ടൈം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നാണ് ആ ടൈം, ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ. അപ്പം ഞാൻ അതും എഴുതിയിട്ടുണ്ട്. സ്റ്റിക്കർ കട്ട് ചെയ്യാനും ജേണൽ സ്റ്റാർട്ട് ചെയ്യാനും. പിന്നെ പുതിയ പോസ്റ്റേഴ്സ് ഒക്കെ സേവ് ചെയ്ത് വെക്കുക, പിൻട്രസ്റ്റിൽ സേവ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്യുമ്പം ഈ ഓൾറെഡി ഇപ്പോൾ ഉള്ള പോസ്റ്റേഴ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ വൈബ് പോസ്റ്റേഴ്സ് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം. അടുത്തത് പ്ലാൻസിൽ വെള്ളമൊഴിക്കുക, വാച്ച് എ മൂവി. ഇത്രയും കുഞ്ഞു ലിസ്റ്റാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഞാൻ കുറച്ച് ഓക്കെ ആവും എന്നുള്ള ഒരു ഹോപ്പിലാണ് ഞാൻ ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. സമയം 4:30 ആയിട്ടുണ്ട്. ഞാൻ കുളിച്ച് ഫ്രഷായൊക്കെ വന്നു. പുറത്ത് കുറച്ച് കാറ്റ്, മഴ വരേണ്ട ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പോയി കുളിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ജേണൽ ചെയ്യാം. ഇനിയിപ്പോൾ രാത്രി നല്ല മഴയൊക്കെ ആണെങ്കിൽ, ബൈ ചാൻസ് മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. കാരണം ഇടി മഴ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ജേണൽ ചെയ്യാം. ഞാൻ കുളിച്ചു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ഇത് പുതിയ ജേണലാണല്ലോ. പിന്നെ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ കവർ പേജും ഫ്രണ്ട് പേജും ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ് മാത്രമേ സെറ്റാക്കിയിട്ടുള്ളൂ. ബാക്കി ഇനിയും ചെയ്യാ വിഷ് ലിസ്റ്റ് കാര്യങ്ങളൊന്നും ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആക്ച്വലി കുറച്ച് റെഫറൻസ് കാര്യങ്ങളൊക്കെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. വിഷ് ലിസ്റ്റ് എന്തായാലും വേണം, ബക്കറ്റ് ലിസ്റ്റ്. പിന്നെന്താ 2026 ബിങ്കോ എന്ന് പറഞ്ഞിട്ട് 2026 ആയിട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ വി ഹാവ് ടൈം. അപ്പോൾ 2026 ബിങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജ് ചെയ്യണം. അതൊക്കെ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പിൻട്രസ്റ്റിൽ കുറച്ച് റെഫറൻസ് നോക്കാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 2026 ബിങ്കോ എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ കുറച്ച് സ്പ്രെഡ് ഉണ്ടാവും. ലൈക്ക് 2026 നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് കൈൻഡ് ഓഫ് ബക്കറ്റ് ലിസ്റ്റ് തന്നെയാണല്ലോ. അങ്ങനെ ഒരു സ്പ്രെഡ് ചെയ്യണം. പിന്നെ എബൌട്ട് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പ്രെഡ് ചെയ്യണം. അത് ചെയ്യണോ? എനിക്ക് കൺഫ്യൂസ്ഡാണ്. കാരണം എബൌട്ട് മീ എന്ന് പറഞ്ഞ സ്പ്രെഡ് ചെയ്യുമ്പം എൻ്റെ ഒരു പിക്ചറൊക്കെ ഒട്ടിക്കണം എന്നാണ്
പക്ഷെ എൻ്റെ കയ്യിൽ പിക്ചറൊന്നുമില്ല. അത് ചെയ്യണോന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. നല്ല ലൈറ്റ്, ഞാൻ ഒരു റിംഗ് ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ നിൽക്കുകയായിരുന്നു. പക്ഷേങ്കിൽ ലൈക്ക് എൻ്റെ മറ്റേ ഫ്ലോർ ലാമ്പ്, ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആ ഫ്ലോർ ലാമ്പ് മാത്രം കത്തിച്ച് വെച്ചാൽ ഇത്രയും ലൈറ്റ് കിട്ടുന്നുണ്ട്. ഞാനിത് ഇന്നാണ് മനസ്സിലാക്കിയത്. ശരിക്കും ഞാൻ ഇന്ന് മൈക്ക് പിടിച്ചിട്ട് കുറേ സംസാരിക്കാൻ കാരണം ഈ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കുറച്ചധികം പണി. അപ്പം ഇതാവുമ്പോൾ എന്താന്ന് വെച്ചാൽ വേഗം എഡിറ്റിങ് കഴിയും, വേഗം അപ്ലോഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ. അപ്പം എനിക്കിപ്പോൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണം. നാളെ ആണെങ്കിൽ എനിക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പം എനിക്ക് എഡിറ്റിങ് നടക്കില്ല. പിന്നെ പെൻഡിങ്ങായി അടുത്ത വർഷമല്ല, അടുത്ത ആഴ്ച ചെയ്തിടാൻ പറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ ആകുമ്പം കുറച്ചുകൂടി സിമ്പിളായിട്ട് കഴിയും. എനിക്കറിയില്ല ഇത് ബോറിംഗ് ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാലോ. ഈ സ്ഥലത്ത് എഴുതുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വർഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ലൈക്ക് ബക്കറ്റ് ലിസ്റ്റ് പോലെ തന്നെ നമ്മളിതിൽ എഴുതിയിട്ട് അത് നടന്നാൽ നമ്മൾ ഇത് മറ്റേ ബിങ്കോ കളിക്കുമ്പോൾ ഇങ്ങനെ ഇത് ക്രോസ് ചെയ്ത് പോക്കൂലേ, അങ്ങനെ ചെയ്യാം. അതുപോലെ നമുക്ക് ആഗ്രഹങ്ങൾ ഇതിൽ എഴുതി വെക്കാം ഈ വർഷത്തെ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ എഴുതാം. സിമ്പിൾ കാര്യങ്ങളായാലും കുഴപ്പമില്ല. ലൈക്ക് റീഡ് 20 ബുക്സ് ദിസ് ഇയർ, അങ്ങനെ എന്ത് എഴുതിയാലും പ്രശ്നമില്ല. അപ്പം നമുക്ക് അതൊക്കെ എഴുതി കൊടുക്കാം. പിന്നെന്താ, നിങ്ങൾക്ക് വെക്കേഷൻ എപ്പോഴാണ്? വെക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് ഒന്നും അറിയുന്നില്ല വെക്കേഷൻ ആയോന്നൊന്നും. അപ്പം വെക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോണ്ടന്റ് പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് എല്ലാ ഇപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെയാണല്ലോ. എനിക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഏകദേശം ഇതേ വൈബായിരിക്കും. ഇതേ വൈബ് എന്ന് പറയുമ്പം ഇങ്ങനെ തന്നെയായിരിക്കും എൻ്റെ എല്ലാ ഡേയും. അപ്പം എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റൂല. ലൈക്ക് ഹാപ്പനിങ് ആയിട്ടുള്ള ഡേയ്സ് ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ എന്ത് കോണ്ടന്റ് എടുക്കുക? അഥവാ ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയാൽ പിന്നെ അതൊരിതല്ലേ. അപ്പം ഞാൻ ഒന്നും എടുക്കാണ്ടിരിക്കും. ഇത് ഈ ഒരു വീഡിയോനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്ന് പറയുമ്പം മൊത്തം ഒരു ലൈക്ക് ഞാനും ഭയങ്കര ബോറടിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന സംഭവങ്ങളാണിത്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്ക് അതിലും വലിയ ഡൗട്ടുണ്ട്. ഞാനിത് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. ഇന്ന് ആക്ച്വലി ഈ ഒരു ജേർണലിങ് കഴിഞ്ഞാൽ ഇനിയൊരു മൂവി കാണണമെന്നും പിന്നെ പ്ലാന്റ്സിൽ വെള്ളം ഒഴിക്കണം എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളൂ. പ്ലാന്റ്സിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷെ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ ഫൈനലി ജേർണലും എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വാച്ച് എ മൂവിയാണുള്ളത്. വേക്കപ്പ് സിഡ് കാണാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. ഇതാണെങ്കിൽ യൂട്യൂബിലുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്ന സിനിമ ഇപ്പോൾ കുറച്ചായി കണ്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേക്കപ്പ് സിഡ് കാണാമെന്ന്. സോ ഇത് യൂട്യൂബിലുള്ളത് കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല, അങ്ങനെ കിട്ടുമല്ലോ. അപ്പം നമുക്ക് ആ മൂവിയും കൂടെ കാണാം. അപ്പോൾ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് ഒരുറപ്പുമില്ല. പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ബിക്കോസ് ഇത് അത്രയ്ക്കും ബോറിംഗ് ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും. എന്നാലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ OG സബ്സ്ക്രൈബേഴ്സാണ്, ലൈക്ക് OG കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ.
താങ്ക് യു സോ മച്ച്. ഞാൻ മൂവി കണ്ടിട്ട് ഇനിയിപ്പോൾ കിടന്നുറങ്ങും. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, പക്ഷേ ഒരു റാൻഡം വ്ളോഗാണ്. ലൈക്ക് എനിക്കിപ്പോഴാണ് ഇതിനൊരു ടൈറ്റിൽ കിട്ടിയത്, ഗെറ്റിംഗ് മൈ ലൈഫ് ടുഗെദർ. ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് വ്ളോഗാണിത്. ആക്ച്വലി ഞാൻ കുറച്ച് ഹാപ്പിയായി. നമ്മുടെ ഹോൾ ഉദ്ദേശം ഈ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്നതും നമുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ട് കുറേ കാലമായിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാന്നുള്ളതായിരുന്നു. അതൊക്കെ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്റ്റോറേജ് ഇപ്പോൾ ഫുള്ളാവും. അതിൻ്റെ മുന്നേ എനിക്കൊരു ഔട്ടർ എടുത്തിട്ട് നിർത്തണം. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. എനിക്കറിയില്ല ഈ വ്ളോഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രമാത്രം ബോറിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് ബോറടിച്ചോ എന്നൊന്നും അറിയില്ല. റൂം ടൂറ് അത് പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യാൻ നോക്കാം. അയ്യോ ഗൈസ്, പോസ്റ്റേഴ്സ് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ തന്നെ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇതിൽ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. സോ പോസ്റ്റേഴ്സൊക്കെ കുറച്ച് സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ഓൾറെഡി 2-3 പോസ്റ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.